മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് സമീർ അലി, തായ്ലൻഡിലെ പട്ടായയിലാണ്. ഇപ്പോൾ റമദാൻ മാസമാണ്. അപ്പോൾ നോമ്പും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ തായ്ലൻഡിലാണ്. അപ്പോൾ നമുക്ക് തായ്ലൻഡിലെ ഇഫ്താർ വിഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ തായ്ലൻഡിലൊരു സീ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണത്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ റമദാൻ മാസം ആയിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാട് വഴി നീളെ സമൂസയും ഉന്നക്കായും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പലഹാരങ്ങളുടെ മേളമായിരിക്കും മിക്ക തെരുവുകളിലും. അപ്പോൾ അതുപോലെ തന്നെ തായ്ലൻഡിലും ഉണ്ട്. അപ്പോൾ ഇവിടെ അതുപോലത്തെ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തായ്ലൻഡിലെ ഈ വിശേഷങ്ങൾ നമുക്ക് കാണാം, ഭക്ഷണ വിശേഷങ്ങൾ കാണാം. ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്കിവിടെ പുതുമയുള്ള ഭക്ഷണങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അത് ഒരുപാടെന്ന് പറഞ്ഞാൽ തായ്ലൻഡിൽ ഇപ്പോൾ ഒരു സീ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സീ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ച വരും. ഇത് ഞാനിപ്പോൾ ഒരു റമദാൻ സ്പെഷ്യലായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം ഞാനിവിടെ ഒരു മുസ്ലിം ഷോപ്പിൽ വന്നു. അവിടെ നിന്ന് അവരുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അടുത്ത കടകളിലും കൂടി കുറച്ച് പലഹാരങ്ങളൊക്കെ നോക്കി വെച്ച്. അപ്പോൾ ഇവിടെ 6:38 ഇന്നത്തെ നോമ്പ് തുറ. അപ്പോൾ അവിടെ നിന്ന് ചെറിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ച് നോമ്പ് തുറന്നതിന് ശേഷം ഇവിടെ നിന്നൊക്കെയുള്ള വഴിയിലുള്ള കുറച്ച് പുതുമയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പതിവ് പത്തിരി, ഉന്നക്കായ പോലെയുള്ള സമൂസ പോലെയുള്ള മറ്റ് ഐറ്റംസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തായ്ലൻഡിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ ആവുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. അതിൻ്റെ രുചികളും പുതുമയുള്ളതിൻ്റെ കുറച്ച് രുചികളും ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം. അപ്പോൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. കാര്യമായിട്ട് വന്നപ്പോൾ ഇവിടെ കണ്ട ഒരു ബീഫിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു കിടുക്കാച്ചി ഐറ്റം നമ്മളെ ഞെട്ടിപ്പിച്ച് കളയുന്ന കുക്കിംഗ് ആണ്. അത് 4 മിനിറ്റ് കുക്കിംഗ് ഉള്ളൂ. എല്ലാം കൂടിയിട്ട് വെക്കലും മെഡിക്കലും കട്ടിങ് എല്ലാം കൂടിയിട്ട് 4 മിനിറ്റ്. അതായത് തൂക്കലും കട്ട് ചെയ്യലും കുക്ക് ചെയ്യലും എല്ലാം കൂടി 4 മിനിറ്റ്. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം തന്നെ ഒരു ബീഫിൻ്റെ ഒരു പീസ് എടുത്തിട്ട് പഞ്ഞി പോലത്തെ ബീഫ്. ഇതിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ പറയാട്ടോ. പഞ്ഞി പോലെ ഇരിക്കും, പഞ്ഞി പോലെ. ഒന്നും പറയാനില്ല കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബീഫ് കഴിച്ചിട്ടുള്ള. നമ്മൾ കഴിക്കുന്ന അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ബീഫാണ്. കുക്കിംഗ് രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പിച്ചുകളെ. പറയണതിന് മുമ്പ് കുക്കിംഗ് രീതി ഒന്ന് കണ്ടോ. അതുപോലെ തന്നെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ. എണ്ണയുടെ വറുത്തെടുക്കുന്ന മറ്റ് നമ്മൾ സൗദിയിലും ഗൾഫിലൊക്കെ നമ്മൾ കാണുന്ന മുത്തബക്ക് എന്ന് പറയുന്ന ഐറ്റം. അതുപോലെ തന്നെ നമുക്കിവിടെ മുട്ടയും പഴവും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന പലതരത്തിലുള്ള ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് നമ്മൾ മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ അത് തൽക്കാലം നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ ഉണ്ടാക്കുന്ന രീതിയും ഈ ഷോപ്പും മാത്രം കാണിച്ച് പുതുമ ഉള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നോമ്പുകാർക്ക് വേണ്ടി ഞാൻ കഴിച്ചത് പഴുത്ത മാങ്ങ പൊരിച്ച് കഴിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ട പോലെ തന്നെ മാങ്ങയ്ക്ക് പകരം പഴമായിരുന്നു.
ആ ഐറ്റം എനിക്ക് അവർ ഉണ്ടാക്കി തന്നു. അതിനോടൊപ്പം തന്നെ ഒരു പൊറോട്ട ഉണ്ടാക്കി അതിനകത്ത് വാനില ക്രീം ഒഴിച്ച് തന്നു ഫ്രീ ആയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി. അതാണ് ഞാൻ ഇന്നത്തെ നോമ്പ് തുറക്ക് ഉപയോഗിച്ചത്. ഇതുപോലെയാണ് ഞാൻ കഴിച്ച ഐറ്റം ഉണ്ടാക്കിയത്. അതായത് മുട്ടയും പഴവും ചേർത്ത് ഈ മാവിൽ ഉണ്ടാക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ നോമ്പ് തുറക്ക് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നമ്മൾ പതിവ് സമൂസയും മറ്റു ഐറ്റത്തിനൊക്കെ പകരമായിട്ട്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് പുതിയൊരു ഐറ്റം കൂടിയും ഇനി വരുന്ന ആളുകൾക്ക് ഇഫ്താറിന് നമുക്ക് വിളമ്പാം. ബട്ടറെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. അപ്പോൾ ഒരുപാട് പുതുമകളുള്ള കാഴ്ചകളാണ് ഉള്ളത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ ചാനലിൽ കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ പൊരിച്ച് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. യൂട്യൂബിൽ വളരെ ഹിറ്റായിട്ടുള്ള വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന രീതി മറ്റൊക്കെ അതിനകത്ത് വിശദമാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇതാണ് ഞാൻ നോമ്പ് തുറക്കുന്ന ഉപയോഗിച്ചത്. നോമ്പ് തുറയുടെ ഭാഗമായിട്ട് നമ്മൾ അവിടെ നിന്നുള്ള ഐറ്റം, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഈ കരിക്ക് ജ്യൂസാണ് ഞാനിന്ന് കുടിച്ചത്. ഒരുപാട് വെറൈറ്റി ജ്യൂസുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ഈ കളറിൽ കാണുന്നതെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജ്യൂസുകളാണ്. കോളയും പൈനാപ്പിളിൻ്റെയും പലതരം ഫ്ലേവേഴ്സും ബ്ലൂബെറിയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതുണ്ട്. ടാങ്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചത് ഈ കരിക്ക് ജ്യൂസായിരുന്നു. കരിക്ക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഐസിൽ കരിക്ക് ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനടുത്തുള്ള കാഴ്ചകൾ. അതിനോടൊപ്പം തന്നെ ഇവിടെ മറ്റ് സ്ട്രോബെറി ഡ്രിങ്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ജ്യൂസൊക്കെ ആയിട്ട് അടിച്ച് വരും. വളരെ ഡിമാൻഡുള്ള ഐറ്റമാണ് സ്ട്രോബെറിയും അതുപോലെ തന്നെ കരിക്കും. അപ്പോൾ ഈ ഫുഡ് സ്ട്രീറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടില്ലേ തണ്ണിമത്തൻ്റെ. അപ്പോൾ തണ്ണിമത്തൻ ഷെയ്ക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ടോ എന്ന് അറിഞ്ഞൂടാ. സാധാരണ തണ്ണിമത്തൻ കട്ട് ചെയ്തിട്ട് മധുരമൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കാറ്. പക്ഷേ തണ്ണിമത്തൻ്റെ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് നമുക്കിവിടെ കാണാം. തായ്ലൻഡിൽ വളരെ ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് കാണാം 40 ബാത്താണ്. 40 ബാത്ത് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 83-84 രൂപ വരും. അപ്പോൾ നമുക്കൊരു തണ്ണിമത്തൻ ഷെയ്ക്ക് നമുക്ക് കഴിക്കാം. അപ്പോൾ നോമ്പ് തുറക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും പരീക്ഷിക്കുക. ഒരു തണ്ണിമത്തൻ്റെ വലിയ പീസ് എടുക്കും. കുരു അവർ മാറ്റിയിട്ടുണ്ട്. അത് നേരെ ജാറിലേക്ക് ഇടുക. അതിന് ശേഷം അവർ ഒഴിക്കുന്നത് പഞ്ചസാര ലായനിയാണത്. പഞ്ചസാര ലായനി ഒഴിച്ചതിന് ശേഷം 1 കപ്പ് ഐസ് അവർ ഇടും അതിനകത്ത്. അതിനെന്ന് വെച്ചാൽ 1 കപ്പ് ഐസ്. ദെൻ അതിനുശേഷം നേരെ മിക്സിയിൽ അടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് രണ്ടാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ജ്യൂസുകൾ, തണ്ണിമത്തനും ഓറഞ്ചും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകളിലേക്ക്. ഇനി ഇവിടെ മുളങ്കുറ്റിയിലൊക്കെ ഉള്ള പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഈ മുളങ്കുറ്റിയിൽ എന്താണെന്നും ഈ പലഹാരങ്ങളുടെ പ്രത്യേകതകളൊക്കെ ഞാൻ വീണ്ടും കാണിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം നമ്മൾ റമദാൻ സ്പെഷ്യൽ ഐറ്റംസിലേക്ക് പോകാം. ഇവിടെ അതുപോലെ തന്നെ ധാരാളം വെറൈറ്റി ജ്യൂസുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. മൾബറിയുടെയും അതുപോലെ ഒരുപാട് ഡിഫറെൻറ്റ് ഫ്രൂട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 35 ബാത്താണ് ഇതിൻ്റെ ഓരോന്നിൻ്റെ വില. അതുപോലെ തന്നെ വീണ്ടും ഇത് നമ്മുടെ മോമോസ് പോലത്തെ പല ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ മോമോസും ഞണ്ട് ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള കാഴ്ചകൾ മറ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഏതാനും പലഹാരങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നോമ്പ് തുറ ഐറ്റംസുമായിട്ട് മറ്റൊരു കട ഇവിടെ ഉണ്ട്. ഫുള്ള് ബാർബിക്യൂ ഐറ്റംസാണ്. ഇതാ നമ്മുടെ ഒരു തത്തിരുന്നിട്ട് ഇവിടെ മുളകും ചിക്കനും ഒക്കെ ബാർബിക്യൂവിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം മുളകും സവോള, പിന്നെ എന്തൊക്കെയാണ് മുളക്, സവോള, ചെറിയ തക്കാളി, ചിക്കൻ, മസാലയുടെ ചിക്കൻ. ഓക്കെ, ഈ രീതിയിലാണ് ഇത്താത്ത റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്താത്താന്ന് ഞാൻ വിളിക്കുന്നതാണ്. അവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെ അറിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവരെ കടയിലെ ഐറ്റംസൊക്കെ ഇവർ മക്കളൊക്കെ കൂടി ചേർന്നിട്ടാണ് ചെയ്യണത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റികളുടെ ലോകമാണ്. നോക്കിയേ, ചിക്കനും ചെമ്മീനും സകല ഐറ്റംസ് നമുക്ക് എല്ലാവരും ഒന്ന് വിശദമായിട്ട് കാണാം. അപ്പോൾ ഇത് നോമ്പ് തുറക്കായിട്ടും അല്ലാണ്ടുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകൾ, ഇത് ബാർബിക്യൂ വെച്ചിരിക്കുന്നത്, വിങ്സ്, അതുപോലെ തന്നെ ചെമ്മീൻ കാണാം, ചെമ്മീനുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. സോസേജ് ഐറ്റംസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാം ഇവർ ഓൾറെഡി മസാല ഇട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അവരുടെ വീട്ടിൽ നിന്ന്.
അതാണ് അവർ കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവർ കുട്ടിയുമൊക്കെ ആയിട്ട് വന്നിട്ടാണ് ഈ കടയിൽ കാണുന്നത്. ഹലോ, വേറൊരു രസകരമായിട്ടുള്ള ഐറ്റം കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലും നമ്മളെല്ലാവരും കാണാറുണ്ട്, ഉത്സവ പറമ്പുകളായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, മുളക് ബജി. മുളക് ഒഴിവാക്കിയിട്ട് നമുക്കൊരു പരിപാടി നമുക്ക് പറ്റൂല അല്ലേ, ബജി മുളക് എന്ന് പറയും. ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയ കാഴ്ച എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ മുളക് പൊളിച്ചിട്ട് നമ്മൾ നാട്ടിൽ സാധാരണ മാവിൽ മുക്കിയല്ല പൊരിക്കാറ്, മുളക് പൊളിച്ചിട്ടും പൊളിക്കാതൊക്കെ. പക്ഷെ ഇത് മുളക് ബജി അല്ല, ഈ മുളക് പൊളിച്ചിട്ട് ചിക്കൻ പച്ച മസാല ചേർത്ത് അരച്ചേക്കണത്, മിക്സിയിൽ അരച്ചേക്കണത് ശരിക്കും. എന്നിട്ട് അത് അതിൻ്റെ അകത്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്ന കാഴ്ച വളരെ വെറൈറ്റി ഉള്ളൊരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഇതുവഴി പോയപ്പോൾ ഞാൻ കണ്ടിരുന്നു, ഞാൻ ഒരു സാമ്പിൾ മേടിച്ച് കഴിച്ചിരുന്നു. ഇനിയിപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ തന്നെ കണക്കാക്കിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. മുളകിനകത്ത് അവർ ഇതേ മസാല ഈ ചിക്കനൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് തീയിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട് ഇവിടെ, അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഐറ്റമാണത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇതുപോലെ പാക്കറ്റിലൊക്കെ ആക്കി വിൽക്കുന്നു. 1 പാക്കറ്റ് ഹൗ മച്ച്? 50 ബാത്ത്. 50 ബാത്തിന് ഹൗ മെനി പീസ്? 5 പീസ്. 5 പീസിന് 50 ബാത്ത്. ഇതുപോലത്തെ പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ് ചേച്ചിമാർ, കണ്ടോ. അപ്പോൾ നമുക്ക് നാട്ടിൽ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതാ ഇവിടെ സംഭവങ്ങൾ ഇതെങ്ങനെ പൊരിക്കാൻ കണക്കാക്കിയിട്ട് ഇതൊരു ചേച്ചി നിന്ന് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൊരിക്കല്ല, ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും ഇത് ചെയ്യുന്നില്ല, അവർ തിരിച്ചും മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കരിയാതിരിക്കാനായിട്ട്. അപ്പോൾ അത് ഒരു നല്ലൊരു പുതുമുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് നാട്ടിൽ നോമ്പിനായാലും അല്ലെങ്കിലായാലും നിങ്ങൾ ഇത് മുളകൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് നോക്കുക. ഈ മുളകിൻ്റെ രുചിയും ഈ ഇതിൻ്റെ മസാല എല്ലാം കൂടി കൂടുമ്പോൾ മൊത്തത്തിലൊരു ആകെ മൊത്തം സൂപ്പറാവുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഒന്നും പറയാനില്ല, ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്, പുതിയ ഫുഡ്. അപ്പോൾ നമുക്ക് അതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കഴിച്ച് കാണിക്കാം. ഇത് ഗ്രില്ല് ചെയ്യണതിന് മുമ്പത്തെയാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളാണ് എന്തായാലും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ മുളക് ബജി റെഡി. മുളക് ബജി അല്ലല്ല, മുളക് ബാർബിക്യൂ റെഡി. മുളക് ചിക്കൻ ബാർബിക്യൂ എന്ന് പേരിടാണ് നമുക്ക്. അപ്പോൾ റെഡിയായി, സംഭവം റെഡി. അപ്പോൾ നമുക്കിത് കഴിക്കാം. നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അത്രമാത്രം ക്ലിയർ ആണെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. നല്ല എരിവ്, മുളകിൻ്റെ ബജി മുളകിൻ്റെ എല്ലാ എരിവും. ചിക്കനിൽ എരിവുണ്ട്, പിന്നെ മുളകിൻ്റെതായിട്ടുള്ള എരിവ്, രണ്ടും കൂടി കൂടുമ്പോൾ തന്നെ നല്ല 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 എരിവ് എന്ന് പറഞ്ഞാൽ സുഖമുള്ള എരിവ് കേട്ടോ. നമ്മൾ മുളക് ബജി കഴിക്കുമ്പോൾ എന്താണ്, ആ എരിവിന് വേണ്ടിയിട്ടാണല്ലോ, ആ സുഖമുള്ള ആ ഒരു എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് ബജി കഴിക്കുന്നത്. അല്ലെങ്കിൽ മുളക് ബജിയുടെ ആവശ്യമില്ലല്ലോ, കായ ബജിയാ ഉള്ളിവട ഒക്കെ കഴിച്ചാൽ പോരെ. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കി നോക്കണേ, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. എരിഞ്ഞിട്ട് നിൽക്കാൻ കളിയില്ല, പക്ഷെ ഈ എരിവ് നല്ല സുഖമുള്ള എരിവാണ്. പലരും താഴെ വന്ന് കമൻറ്റ് ചെയ്യും ടോയ്ലറ്റിലൊക്കെ അറിയാമെന്നല്ലേ. മിക്കവാറും ടോയ്ലറ്റിലിരുന്ന് ഇത് മുഴുവൻ തിന്നു കഴിഞ്ഞാൽ ഞാൻ ടോയ്ലറ്റിലിരുന്ന് പാട്ട് പാടേണ്ട വരും തോന്നുന്നുണ്ട്. ഒന്നും പറയാനില്ല. പുതുമയുള്ള കുറച്ച് വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അതിശയം തോന്നുന്ന മറ്റൊരു വിഭവമാണ് നമ്മൾ കൂന്തൽ കൊണ്ടുള്ള കൂന്തൽ ഫ്രൈ. അപ്പോൾ നമ്മളിതിക്ക് മുമ്പ് നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ ഞണ്ട് ഫ്രൈ ഒക്കെ കാണിച്ചിട്ട് ഭയങ്കര നല്ല അംഗീകാരമാണ് കിട്ടിയത്. ഓസ്ട്രേലിയയിലൊക്കെ ഒരു ഷെഫൊക്കെ അവരുടെ റെസ്റ്റോറൻറ്റിൽ മെയിൻ ഐറ്റമൊക്കെ ആക്കി മാറ്റി ആ ഞണ്ട് ഫ്രൈ, ചെറിയ ഞണ്ട് ഫ്രൈ. ഞണ്ടിൻ്റെ 2 ഐറ്റം ഉണ്ട്, കാണാത്തവർ ചാനലിൽ കയറി കാണുക. വെല്ലുമാടൊപ്പമുള്ള ഞണ്ട് ഫ്രൈ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടത് കൂന്തൽ ഫ്രൈ ആണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കൂന്തൽ ഫ്രൈ, വളരെ സിമ്പിൾ ടെക്നിക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എപ്പോഴും ലഭ്യമാവുന്ന കൂന്തൽ കൊണ്ടുള്ള ഒരു സിമ്പിൾ ഫ്രൈ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ ചെറിയ കൂന്തൽ കുഞ്ഞുങ്ങളെ പൊരിച്ച് വെക്കുന്ന കാഴ്ച. അപ്പോൾ അവരത് മസാലയിൽ മുക്കി വെച്ചിട്ട്, മസാല എന്ന് ഉപ്പ് വെള്ളം മാത്രമേ ഉള്ളൂ, ഉപ്പിൽ മുക്കി വെച്ചതിന് ശേഷം എടുത്തിട്ട് പൊരിച്ച് അവരുടെ ഗാർലിക്കിൻ്റെ പൗഡറൊക്കെ ഇട്ട് വരുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ഇനി മുതൽ കൂന്തളുകളൊക്കെ നിങ്ങളുടെ അടുത്ത കടകളിൽ കാണുമ്പോൾ നിങ്ങളത് മേടിക്കുക, കഴുകുക, അതിനുശേഷം മസാല ഉപ്പ് വെള്ളത്തിനും നനച്ച് വെക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട മസാല മുക്കി വെച്ചിട്ട് ഡയറക്റ്റ് പൊരിച്ചെടുക്കുക. ഇത് തായ്ലൻഡുകാരുടെ ഒരു ഇഷ്ട വിഭവമാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യേണ്ട.
അപ്പോൾ നമ്മുടെ കൂന്തൽ റെഡിയായി കഴിഞ്ഞ് കൂന്തലിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം. കൂന്തൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ കൂന്തലുണ്ട് കേട്ടോ. ഫുള്ള് തലയും ഒന്നും കളഞ്ഞിട്ടില്ല, ഫുള്ളായിട്ടുള്ള കൂന്തലാണ്. നല്ല രുചിയുണ്ട്. ഇവിടെ കഴിക്കുമ്പോൾ നോക്കണം, കൂന്തലിൻ്റെ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബ്ലേഡ് പോലത്തെ സംഭവമില്ലേ, ഇതൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇതടക്കണം പൊരിക്കണത്. അപ്പോൾ ഇത് നമ്മളെടുത്ത് കളയണം. ഇത് കളഞ്ഞില്ലെങ്കിൽ വയറുവേദന പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതെടുത്ത് കളഞ്ഞതിന് ശേഷം തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, അല്ലാണ്ട് തന്നെയാണ് അവർ പൊരിക്കുന്നത്. അപ്പോൾ നമുക്കത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ കൂന്തളം നിറച്ചതൊക്കെ നമ്മൾ നാട്ടിൽ കാണാറുണ്ട്. കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഉമ്മച്ചും കൂടി കൂന്തളം നിറച്ചതൊക്കെ ഉണ്ടാക്കിയിടാം. കൂന്തളം നിറച്ചതും അതുപോലെ പല വിഭവങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ പറയുന്ന ഐറ്റംസ് പ്രസൻറ്റ് ചെയ്യാം.